ലവ് ജിഹാദ് പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ വീണ്ടും പരാതി. മുസ്ലിം യൂത്ത് ലീഗാണ് പാലാ പോലീസിൽ പരാതി നൽകിയത്. തൊടുപുഴയിൽ പി.സിക്കെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസും. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിലെ ജാമ്യ വ്യവസ്ഥകൾ പി.സി. ലംഘിച്ചുവെന്ന് പരാതി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ഗോകുൽ ചേരുന്നു. ഗോകുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജലി, നിലവിൽ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ തുടരുന്ന ഒരു വ്യക്തിയാണ് പി.സി. ജോർജ്. അതേ പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു വിദ്വേഷ പൂർവ്വമായിട്ടുള്ള പരാമർശം കഴിഞ്ഞ ദിവസം വീണ്ടും ഉണ്ടായതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. പാലായിൽ ഇന്നലെ KCBC സംഘടിപ്പിച്ച ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ പി.സി. ജോർജ് നടത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മീനച്ചിൽ താലൂക്കിൽ മാത്രം 400-ലധികം പെൺകുട്ടികൾ ലവ് ജിഹാദത്തിന് ഇരയായിട്ടുണ്ടെന്നും അതിൽ 41 പേരെ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു പി.സിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ അത് കേരളം മുഴുവൻ കത്തിക്കാനുള്ളത്ര ഉണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും പി.സിയുടെ ഭാഗത്തു നിന്നും ഇന്നലത്തെ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വീണ്ടും പി.സി. ജോർജിനെതിരായിട്ട് പരാതി നൽകിയിരിക്കുന്നത്. മുമ്പ് ചാനൽ ചർച്ചയിലെ പരാമർശവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി തന്നെയാണ് ഈ കേസിലും ഇപ്പോൾ ഈ സംഭവത്തിലും പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പാലാ പോലീസിനാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഒരു കാര്യം, ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം, അതുകൂടാതെ മുമ്പത്തെ കേസിലെ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം പി.സി. ജോർജ് നടത്തി എന്നുള്ളതാണ്. അതായത് ജാമ്യം നൽകിയപ്പോൾ കോടതി പ്രധാന ഉപാധിയായിട്ട് പറഞ്ഞിരുന്നത് ഇനി ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശമായിരുന്നു. ആ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം കൂടി ഇന്നലത്തെ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് ലീഗിന്റെ പരാതി ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊടുപുഴയിലടക്കം കൂടുതൽ പരാതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പി.സിക്കെതിരായിട്ട് ഇപ്പോൾ പരാതികളായിട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശരി ഗോകുൽ, വിവരങ്ങൾ നൽകിയത് ഗോകുൽ രമേശാണ്.